കിട്ടിയ സ്വർണം കൊണ്ട് തിരിച്ചു കൊടുത്തിരിക്കുമല്ലേ. അന്നേരം മഞ്ജു പറയണേ, അങ്ങനെ വല്ലവരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ വീട്ടിൽ ആർക്കും വന്നിട്ടില്ല. അന്നേരം ശാലിനി പറയണേ, കേട്ടില്ല ആൻറ്റി, ആൻറ്റിക്ക് എന്താ ഇത് കേട്ടിട്ട് ഒന്നും പറയാനില്ലേ? അതോ ആൻറ്റിക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇതേ ചിന്താഗതി തന്നെയാണോ? ഈ സമയം ഭാനുമതി മഞ്ജുവിനോട് ദേഷ്യപ്പെടുക. നീ എന്തൊക്കെയാ പറയുന്നത്? ഇത്രയും വലിയ ആൾക്കാർ ഈ വീട്ടിൽ വന്നത് തന്നെ ഭാഗ്യം. അങ്ങനെ വന്നവരെ നീ ഓരോന്ന് പറഞ്ഞ് അപമാനിച്ചു വിടാനാണോ ശ്രമിക്കുന്നത്? മര്യാദക്ക് ഗോപിക മാഡത്തോട് നീ സോറി പറ. എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കെന്താ പറയാൻ ബുദ്ധിമുട്ടാണോ? മര്യാദക്ക് വന്ന് മാപ്പ് പറയുന്നത് നിനക്ക് നല്ലത്. അന്നേരം മഞ്ജു അവരുടെ അരികിലേക്ക് ചെന്നിട്ട് ഗോപികയെ നോക്കി സോറി എന്ന് പറയുക. അന്നേരം ഗോപിക പറയണേ, ആർക്ക് വേണം നിന്റെ സോറി? പറയുന്നത് കേട്ടാലേ അറിയാം ഉള്ളി തട്ടിയല്ല പറയുന്നതെന്ന്. അന്നേരം ഭാനുമതി മഞ്ജുവിനോട് പറയണേ, എടി മര്യാദക്ക് മാപ്പ് പറയടി. ഈ സമയം ഗോപിക ഭാനുമതിനെ തടഞ്ഞുകൊണ്ട് പറയണേ, വേണ്ട, ഇവളുടെ മുഖം കാണുന്നതേ എനിക്കിഷ്ടമല്ല. അവളുടെ ഒരു പോലീസ് വേഷവും ആറ്റിറ്റ്യൂഡും ഒന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഇവളൊന്നും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി, അത്ര സമാധാനം. പോന്നു. അന്നേരം ഭാനു പറയണേ, ഇനി ഇവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? എങ്ങോട്ടാന്ന് വെച്ച് പോ. അങ്ങനെ മഞ്ജു അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗോപിക ചെന്ന് ഭാനുമതിയോട് പറയണേ, ഓ എന്തൊരു അഹങ്കാരം ആ പെണ്ണിന്. ഇവളെ എങ്ങനെയാണ് ഭാനുമതി അമ്മയെ നിങ്ങൾ സഹിക്കുന്നത്? നിങ്ങളുടെ കഷ്ടകാലം തന്നെ, അല്ലാതെ എന്തു പറയാനാ? ഇവളുടെ ഈ അഹങ്കാരമൊക്കെ വെച്ച് പറപ്പിക്കാൻ പാടില്ല. അന്നേരം ഭാനുമതി പറയണേ, എന്ത് ചെയ്യാനാ, കല്യാണം നടന്നു പോയില്ലേ, ഇനി എൻ്റെ മോൻ ജീവിതകാലം മുഴുവൻ ഇവളെ സഹിക്കേണ്ടി വരുമല്ലോ. അന്നേരം ഗോപിക പറയണേ, അങ്ങനെ നിങ്ങൾ സഹിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിരിയണം, അതിനു വേണ്ടിയല്ല ഡിവോഴ്സൊക്കെ ഉള്ളത്. അത് കേട്ടിട്ട് ഭാനുമതി ചോദിക്കണേ, ഡിവോഴ്സോ? അന്നേരം ഗോപിക പറയണേ, അതെ എൻ്റെ ഭാനുമതി അമ്മേ, നിങ്ങളിങ്ങനെ പഴഞ്ചനാവല്ലേ. ഇപ്പോൾ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണോ. രണ്ടുപേർക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിരിയുന്നത് തന്നെയല്ലേ നല്ലത്. ഈ സമയം ശാലിനി അങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് പറയണേ, അമ്മേ, മഞ്ജുവിനെ ഗിരി ഉപേക്ഷിക്കുവാണെങ്കിൽ ഗിരിയുടെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ ഗിരിയാണ്. അന്നേരം സ്വപ്ന പറയണേ, ഷോ എന്നാലും ശാലിനിക്ക് ഗിരിയേട്ടനോട് എന്തോ ഒരു ഇഷ്ടമാണ്. ഈ ഇഷ്ടമാണല്ലോ അമ്മേ ഗിരിയേട്ടൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അന്നേരം ഗോപിക പറയണേ, എന്താണെങ്കിലും ഭാനുമതി അമ്മ ഒന്ന് ആലോചിക്കും. പിന്നീട് കാണിക്കുന്നത് ബിജുക്കുട്ടനും മഞ്ജുവും കൂടി സംസാരിക്കുന്നതാണ്. ബിജുക്കുട്ടൻ പറയണേ, ഇന്നത്തെ ജോലി കൊള്ളായിരുന്നല്ലേ. എപ്പോഴും ഇവിടെ വല്ലയിടത്തും ആയിരുന്നു ജോലിയെങ്കിൽ വെയിലും കൊള്ളണ്ട, ഓടാനും ചാടാനും നിൽക്കുകയും വേണ്ട, സുഖമല്ലേ. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ഡെലിവറിക്ക് വേണ്ടി സ്കൂട്ടിക്ക് വരുന്ന മഹിമേനെ കാണുന്നത്. അങ്ങനെ മഹിമേനെ കണ്ട് മഞ്ജു ആകെ ഷോക്കായി നിൽക്കുവാണ്. ഇതേസമയം ഡെലിവറി വാങ്ങാനുള്ള ആൾ അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മഹിമ ചെന്ന് അയാൾക്കുള്ള കൊറിയർ എടുത്ത് കൊടുക്കുവാണ്. അന്നേരം അയാൾ കൊറിയർ വാങ്ങി പൈസ കൊടുക്കാതെ പോകാൻ തുടങ്ങുമായിരിക്കും. അത് കാണുമ്പോൾ മഹിമ പറയണേ, അയ്യോ ചേട്ടാ, ക്യാഷ് ഓൺ ഡെലിവറിയാ, പൈസ തന്നില്ലല്ലോ. അന്നേരം അയാൾ പറയണേ, ഈ സാധനമേ ഞാൻ ഇന്നലെ ഓർഡർ ചെയ്തതാ, എന്നിട്ട് കിട്ടുന്നത് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൈസ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അന്നേരം മഹിമ പറയണേ, സാർ, അതിന് പൈസ തരാതിരുന്നിട്ട് എന്ത് കാര്യം? സാറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഇൻഫോം ചെയ്യുകയാണ് വേണ്ടത്. കൊച്ചു മെനക്കെടുക്കാതെ ഒന്ന് പൊയ്ക്കേ. അങ്ങനെ പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മഹിമ അയാളുടെ കൈ പിടിച്ച് തടയണേ, സാർ പ്ലീസ് സാർ, പറയുന്നത് കേൾക്കൂ എന്ന് പറയുവാണ്. അന്നേരം അയാൾ മഹിമേനെ പിടിച്ച് തള്ളിയിടുവാണ് കേട്ടോ. ഇത് കാണുന്ന മഞ്ജുവിനങ്ങ് ദേഷ്യം വരുക. ഡാ എന്ന് പറഞ്ഞ് അയാളുടെ നേരേക്ക് ചെല്ലുവാണ്. അങ്ങനെ മഞ്ജുവിനെ കാണുമ്പോൾ മഹിമ ടെൻഷനാകുക. ഈശ്വര ചേച്ചി. മഞ്ജു അങ്ങനെ അയാളുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കണേ, ഡോ നിങ്ങൾ എന്തായി കാണിച്ചത്? ഒരു പെൺകുട്ടിയെ താൻ തള്ളി താഴെയിട്ടത്. സ്ത്രീകൾക്കെതിരെ കയ്യേറ്റം ചെയ്യാൻ തനിക്ക് ആരോടെ ലൈസൻസ് വന്നത്? എന്നിട്ട് മഹിമേനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മഞ്ജു പറയണേ, ഇവൾ ആരാണെന്നറിയോ? എൻ്റെ അനിയത്തിയാ. അയ്യോ മാഡം, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നയാൾ പറയുമ്പോഴേക്കും മഞ്ജു വീണ്ടും അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരിക്കും. അന്നേരം ബിജുക്കുട്ടൻ മഞ്ജുവിനെ തടഞ്ഞുകൊണ്ട് പറയണേ, മഞ്ജു വേണ്ട, അയാൾ ഉപദ്രവിക്കണ്ട. മഹിമയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതേ രീതി തന്നെ പോരെ. മഹിമയെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇയാളെ തിരിച്ച് ഉപദ്രവിക്കാൻ നിൽക്കേണ്ട മഞ്ജു. മോളെ മഹിമേ, നീ സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈൻറ്റ് ഇതാ. സാറേ തൽക്കാലം ഞങ്ങളുടെ കൂടെ വാ. പിന്നീട് കാണിക്കുന്നത് അയാളെ കൊണ്ട് സ്റ്റേഷനിൽ ചെല്ലുന്ന മഞ്ജുവിനെയും മഹിമേനെയൊക്കെയാണ്. അന്നേരം അയാൾ മഞ്ജുവിനോട് കരഞ്ഞു പറയണേ, മാഡം സോറി, ഒരബദ്ധം പറ്റിയതാ, ഇനി എങ്ങനെയൊന്നും ആവർത്തിക്കില്ല. എനിക്ക് വീട്ടിൽ കെട്ടിക്കാറായ ഒരു പെങ്ങളും പ്രായമായി വയ്യാണ്ടായി കിടക്കുന്ന ഒരു അമ്മയുള്ളതാ. എന്നെ വെറുതെ വിടണം മാഡം. ഈ സമയം മഞ്ജു പറയണേ, ഓഹോ അത് ശരി, ഇപ്പോഴാണോ നിനക്ക് വീട്ടിൽ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള ബോധം വന്നത്? ഈ സമയം അയാൾ കരഞ്ഞുകൊണ്ട് മഹിമേനോട് പറയണേ, മോളെ എന്നെ ഒന്ന് വിടാൻ പറ മോളെ. അന്നേരം മഞ്ജു പറയണേ, തൽക്കാലം ഇപ്പം തന്നെ ഞാൻ വിടുവാണ്. എന്നാൽ ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു കേസിൻ്റെ പേരിൽ തന്നെ എങ്ങാനും ഈ സ്റ്റേഷൻ്റെ പരിസരത്ത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, പോലീസുകാരുടെ തനി സ്വരൂപം എന്താണെന്ന് താൻ അറിയും. തൻ്റെ ദേഹം ചതഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തു പോകൂ. തൻ്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഒടിക്കും.
തൽക്കാലം ഇപ്പോൾ പോയിക്കോ. പിന്നെ താൻ ചെയ്ത വീരകൃത്യമൊക്കെ തൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ തന്നെ കാത്തിരിക്കുക, താൻ ചെല്ല്. അന്നേരം അയാൾ പോകാൻ നേരത്ത് പറയുക, ഇതിലും ഭേദവിടെ സ്റ്റേഷനിൽ പിടിച്ചിടുന്നതായിരുന്നു. അങ്ങനെ പറഞ്ഞ് അയാൾ പോകുവാണ് കേട്ടോ. ഈ സമയം ഇതൊക്കെ കാണുമ്പോൾ മഹിമയ്ക്ക് സന്തോഷമാകുക. മഹിമ പറയണേ, ചേച്ചി സൂപ്പറായിട്ടുണ്ട്, കലക്കി. എന്നാൽ മഞ്ജു വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. മഞ്ജു പറയണേ, എനിക്ക് ഈ ജോലി തീരെ ഇഷ്ടമല്ല, എന്നിട്ടും ഞാൻ ഈ ജോലിക്ക് പോകുന്നത് നിനക്ക് വേണ്ടിയാ. നിന്റെ പഠിപ്പ് ഒരു മുടക്കവും വരാതെ നടക്കണം എന്ന് വിചാരിച്ചാ. എന്നിട്ട് നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ജോലിക്ക് പോകുന്നു. അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? നിനക്ക് ആവശ്യമുള്ള പണമല്ല ഞാൻ മഹേഷിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നില്ലേ, പിന്നെ എന്തിനാ നീ ജോലിക്ക് പോകുന്നത്? അന്നേരം മഹിമ പറയണേ, മഹേഷിൻ്റെ അക്കൗണ്ടിലിടുന്ന പണമൊക്കെ അവൻ എനിക്ക് തരുമെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? കഴിഞ്ഞ മാസം സെൻറ്ററിൽ കൊടുക്കാനുള്ള ഫീസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ കൊടുത്തത്. മഹിമേ, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്കത് എന്നോട് പറഞ്ഞൂടെ? അന്നേരം മഹിമ പറയണേ, ചേച്ചിക്ക് അല്ലാതെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനിടയ്ക്ക് എൻ്റെ കാര്യം കൂടി പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ചേച്ചിക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? അന്നേരം മഞ്ജു പറയണേ, എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിൻ്റെ കാര്യം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല മോളെ. അന്നേരം മഹിമ പറയാൻ, അതെനിക്കറിയാം, എന്നാലും അത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. എനിക്ക് പ്രായപൂർത്തിയൊക്കെ ആയല്ലോ ചേച്ചി, എനിക്കെൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് ചേച്ചി എന്നെ തടയരുത്, എനിക്ക് ജോലിക്ക് പോകണം. നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഈ സമയം മഞ്ജു സമയം നോക്കണേ. എൻ്റെ ഈശ്വര, ഇത്രയും നേരമായല്ലോ, ഇനി ഞാൻ വീട്ടിലെത്തുമ്പോൾ രാത്രിയാകും. അന്നേരം മഹിമ ചോദിക്കണേ, എന്തൊരു ചേച്ചി വൈകിയെത്തിയാ ഗിരിയേട്ടൻ ചേച്ചി ഉപദ്രവിക്കുമോ? ഗിരിയേട്ടൻ ചേച്ചിയെ തല്ലോ മറ്റോ ചെയ്യുമോ? അന്നേരം മഞ്ജു പറയണേ, ഇതിനു മുമ്പ് ഒരിക്കൽ ദേഷ്യം വന്നപ്പോൾ ഗിരിയേട്ടൻ തല്ലാൻ കയ്യോങ്ങിയതാ. ആ സമയത്ത് ഭാഗ്യത്തിന് എൻ്റെ ബോധം പോയി. സത്യം പറഞ്ഞാൽ ചില സമയത്ത് പേടിയുള്ളതൊക്കെ നല്ല കാര്യമോ, അല്ലെങ്കിൽ ഗിരിയേട്ടൻ്റെ കയ്യിൽ നന്നേ എനിക്ക് തല്ലി കിട്ടിയാനെ. മോളെ, നീ ഒരു കാര്യം ചെയ്യോ, നിൻ്റെ കയ്യിൽ വണ്ടിയില്ലേ, എന്നെ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ആക്കി തരുമോ? അതിനെന്താ ചേച്ചി, ചേച്ചി വാ. പിന്നീട് കാണിക്കുന്നത് ഭാനുമതിയും സ്വപ്നയും കൂടി സംസാരിക്കുന്നതാ. സ്വപ്ന ചോദിക്കണേ, അമ്മ എന്തായി ആലോചിക്കുന്നത്? അന്നേരം ഭാനുമതി പറയണേ, ആ ശാലിനി മോളെ കുറിച്ചാ, എന്ത് നല്ല സ്വഭാവം അതിൻ്റെ, അത്രയും പണമൊക്കെ ഉണ്ട്, എന്നിട്ടും എത്ര നന്നായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. പണത്തിൻ്റെ ഒരഹങ്കാരവും ഇല്ല. അത്രയും നല്ലൊരു കുട്ടിയാണല്ലോ ഗിരിക്ക് നഷ്ടപ്പെട്ടത് എന്നോർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. ഈ സമയം ശാലിനി പറയണേ, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ലല്ലോ, ആ ഗോപിക മേഡം പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ, മഞ്ജുവിനെയും ഗിരിയേട്ടനെയും തമ്മിൽ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുക. അവരുടെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ ശാലിനി ഗിരിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നോളൂല്ലോ. അന്നേരം ഭാനുമതി പറയണേ, അവർക്ക് അങ്ങനെയൊക്കെ പറയാം, അവർ അമേരിക്കയിൽ ജീവിച്ചതാ, അവിടുത്തെ സംസ്കാരമാണ് ഈ നാട്ടിൽ. ഗിരി അവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർ അവനെ കളിയാക്കും. നാട്ടുകാരവനെ കാണുന്നത് ജീവിതത്തിൽ തോറ്റുപോയവനായിട്ടായിരിക്കും. മാത്രമല്ല, നിനക്കും കല്യാണപ്രായം നിൽക്കുകയല്ലേ, ഏട്ടൻ കല്യാണം കഴിഞ്ഞ് വേർപിരിഞ്ഞ് നിൽക്കുകയാണെന്നറിഞ്ഞാൽ അത് നിൻ്റെ ജീവിതത്തെയും ദോഷകരമായിട്ട് ബാധിക്കും. അന്നേരം സ്വപ്നം പറയണേ, ഏട്ടൻ ഡിവോഴ്സ് ചെയ്തെന്നും പറഞ്ഞ് എന്നെ വേണ്ടെന്ന് പറയുന്ന പയ്യനെ എനിക്കും വേണ്ട. എൻ്റെ അമ്മേ, ഇപ്പോൾ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു സാധാ കാര്യമാണ്. അന്നേരം ഭാനുമതി പറയണേ, എന്നാലും വിവാഹം കഴിഞ്ഞ് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, അതിൻ്റെ കൂടെ ഇനി ഡിവോഴ്സും കൂടിയായ നാട്ടുകാരൊക്കെ എൻ്റെ മോനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും, അതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. അന്നേരം സ്വപ്നം പറയണേ, അത് ശരി, അമ്മ ഇപ്പോൾ വിചാരിക്കുന്നത് ഏട്ടനാരും കളിയാക്കുകയും കുറ്റം പറയുകയും ഒന്നും ചെയ്യുന്നില്ല എന്നാണോ? ഏട്ടനൊരു പോലീസുകാരിയെ കല്യാണം കഴിച്ചതോടുകൂടി നാട്ടുകാർ പലരും ഏട്ടനെ ഒളിഞ്ഞു മറഞ്ഞു എന്ന് കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒട്ടും വൈകിയിട്ടില്ല. മഞ്ജുവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഏട്ടനെ സ്വീകരിക്കാൻ ശാലിനി തയ്യാറാണ്. എന്നാൽ അധിക നാളൊന്നും അവൾ ഏട്ടന് വേണ്ടി കാത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ നീക്കണം. ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ പിഴുതു മാറ്റണം. അമ്മ വിചാരിച്ചാലേ അതൊക്കെ നടക്കൂ. അന്നേരം ഭാനുമതി പറയണേ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞാൻ അവനോട് എങ്ങനെയാണ് അവളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുന്നത്? അഥവാ ഞാൻ പറഞ്ഞാൽ തന്നെ അവനത് കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്നേരം സ്വപ്നം പറയണേ, ഏട്ടൻ ഏറ്റവും ഇഷ്ടം അമ്മയാണ്. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഏട്ടനത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഡിവോഴ്സ് ചെയ്യണമെന്ന് നേരിട്ട് അമ്മ പറയരുത്. മഞ്ജു കാരണം അമ്മയ്ക്ക് ഒരു മനസ്സമാധാനവും ഇല്ലെന്ന് ഏട്ടനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ അവളെ കൊണ്ട് പൊറുതി മുട്ടി ഏട്ടൻ തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യണം. അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അവിടെയാണ് അമ്മയുടെ മിടുക്ക്. അത് കേൾക്കുമ്പോൾ ഭാനുമതി പറയണേ, അത് നീ പറഞ്ഞത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ നീക്കാം. പിന്നീട് കാണിക്കുന്നത് രാത്രി സ്വപ്നയും ഭാനുമതി അമ്മയും ഗിരി വരാൻ കാത്തു നിൽക്കുവാണ്. സ്വപ്ന അങ്ങനെ വാതിൽക്കലിൽ നിന്ന് പുറത്തേക്ക് നോക്കുവാണ്. ഈ സമയം ഗിരിയുടെ ബൈക്കിൻ്റെ ഒച്ച കേൾക്കുന്നതും സ്വപ്ന ഓടി വന്ന് ഭാനുമതിയോട് പറയണേ, അമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഏട്ടൻ ഇപ്പോൾ എത്തും, പിന്നെ നീ പോയിട്ട് അഭിനയിച്ചാൽ മതി, അധികം ഓവറാക്കണ്ട. ഡി, അഭിനയത്തിൻ്റെ കാര്യത്തിൽ നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ആ വെള്ളം എടുക്കും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അവശത അഭിനയിച്ചിരിക്കുവാണ്ടോ ഭാനുമതി അമ്മ. ഈ സമയം സ്വപ്ന ഭാനുമതിയുടെ നെഞ്ചൊക്കെ ഇങ്ങനെ തടവിക്കൊടുക്കുവാണ്. ഈ കാഴ്ച കൊണ്ട് അകത്തേക്ക് വരുവാണ് ഗിരി.
അന്നേരം ഗിരി ഇതൊക്കെ കണ്ട് ടെൻഷനാവുക. അമ്മേ എന്തു പറ്റി? എന്താ സ്വപ്ന അമ്മക്ക് പറ്റിയത്? അന്നേരം സ്വപ്ന പറയണേ, എന്തു പറയാനായിട്ടാ, മഞ്ജു ഇതുവരെ എത്തിയിട്ടില്ല. അവൾ ടീച്ചറിൻ്റെയോ ഡോക്ടറിൻ്റെയോ ജോലിക്കൊന്നുമല്ല പോയത്, പോലീസ് ജോലിക്കല്ലേ. എന്തൊരു അപകടം പിടിച്ച ജോലിയാ അത്. ഇത്രയും നേരമായിട്ടും അവളെ കാണാതെ അമ്മക്ക് ടെൻഷനായി. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ തന്നെയല്ലേ ഉത്തരവാദിത്തം പറയേണ്ടത്. അമ്മയുടെ പ്രഷർ കുറഞ്ഞ് അമ്മ വീണു. ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അവൾക്ക് ഇത്രയും വൈകുമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? ഫോൺ വിളിച്ചെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഈ സമയം ഭാനുമതി പറയണേ, സ്വപ്നെ നീ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയാൻ പോയത്? അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോകണോ? ഈ സമയത്തായിരിക്കോട്ടെ മഞ്ജു അവിടെ എത്തുന്നത്. മഞ്ജുവിനെ കാണുന്നത് സ്വപ്ന പറയണേ, ആ ദേ വന്നിരിക്കുന്നു. അന്നേരം ഗിരി ചോദിക്കണേ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? അന്നേരം മഞ്ജു പറയണേ, അത് പിന്നെ സ്റ്റേഷനിലായിരുന്നു. ഞാൻ ഇറങ്ങാൻ നേരത്ത് ഒരു കേസ് വന്നു, അത് തീർപ്പാക്കിയപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഈ സമയം സ്വപ്ന ചോദിക്കണേ, സ്റ്റേഷനിൽ തന്നെ പോയതാണോ എന്ന് ആർക്കറിയാം? അതേക്കുന്ന ഗിരി പറയണേ, സ്വപ്നെ നീ അകത്തേക്ക് പോ. അങ്ങനെ സ്വപ്ന അകത്തേക്ക് പോകുവാണ്. അന്നേരം ഭാനുമതി പറയണേ, സ്വപ്നയുടെ മനസ്സിൽ ഒന്നും ഇരിക്കത്തില്ല. അതവൾ വെട്ടി തുറന്ന് മുഖത്ത് നോക്കി പറയും. എന്നാൽ ആൾക്കാർ അങ്ങനെ ഇരിക്കണം എന്നില്ല. അവർ ഒളിച്ചും പാത്തുമൊക്കെ ഇതുപോലെ പല കഥകളും പറയും. നീ ഇങ്ങനെ ആ സമയത്ത് എന്നും തിരികെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ നോക്കും. അത് നിനക്ക് മാത്രമല്ല, ഈ കുടുംബത്തിനും കൂടിയാണ് നാണക്കേട്. ഞങ്ങളുടെ കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട്. അത് നിൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാരണം കളഞ്ഞു കുളിക്കാൻ നിൽക്കരുത്. വൈകുന്ന കൊണ്ട് കുഴപ്പമില്ല, അത് നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? ഈ സമയം ഗിരി പറയണേ, നിന്നെ ഇത്രയും വൈകിട്ടും കാണാതായപ്പോൾ അമ്മക്ക് വയ്യാണ്ടായി. അമ്മയുടെ പ്രഷർ കുറഞ്ഞ് തല ഇറങ്ങി വീണു. നീ ജോലിക്ക് പോകുന്നതിലൊന്നും ഞാൻ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. അതൊക്കെ നിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നിന്റെ ഈ ജോലി കാരണം എൻ്റെ കുടുംബത്തിന് ഒരു ഉപദ്രവം ഉണ്ടായാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ല കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അന്നേരം മഞ്ജു പറയണേ, അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളാരെയും മനഃപൂർവ്വം അപമാനിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ കരുതിയിട്ടില്ല. പിന്നെ ജോലി കഴിഞ്ഞിറങ്ങാൻ വൈകുമെന്ന് വിളിച്ചു പറയാനായിട്ട് എൻ്റെ കയ്യിൽ നിങ്ങളുടെ ആരുടെയും നമ്പറില്ല. അങ്ങനെ പറഞ്ഞ് സങ്കടത്തോടെ മഞ്ജു അകത്തേക്ക് പോകുവാണ്ടോ. ഈ സമയം ഭാനുമതി പറയണേ, നമ്പർ ഇല്ലെങ്കിൽ അവൾക്കെന്താ നമ്മളോട് ചോദിച്ചൂടെ? ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കണമായിരുന്നു. ഈ സമയം ഗിരിയും അകത്തേക്ക് പോകുവാണ്. അങ്ങനെ പ്ലാനൊക്കെ വർക്കായതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് ഭാനുമതി. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഉറക്കമായി നിൽക്കുന്ന മഞ്ജുവിനെയാണ്. അങ്ങനെ മഞ്ജു എണീറ്റ് ചുറ്റും നോക്കുവാണ്. ഗിരിയെ കാണുന്നില്ല കേട്ടോ. ഗിരിയേട്ടൻ നേരത്തെ പോയോ എന്ന് പറഞ്ഞ് മഞ്ജു വിചാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും കണ്ണാടിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ പേപ്പർ കാണുന്നത്. അങ്ങനെ മഞ്ജു കണ്ണാടിയിൽ പോയി നോക്കുവാണ്. അന്നേരം ഗിരി തൻ്റെ നമ്പർ ആ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുവാണ്. എന്നിട്ട് അതിനടിയിൽ തന്നെ എഴുതിയേക്കണേ, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക. അത് കാണുന്ന മഞ്ജു ഉടനെ തന്നെ ഫോൺ എടുത്ത് ആ നമ്പർ സേവ് ചെയ്യുവാണ്. എന്നിട്ട് മഞ്ജു ആലോചിക്കണേ, എന്ത് പേരിൽ സേവ് ചെയ്യും? കലിപ്പൻ എഴുതാം. അങ്ങനെ പറഞ്ഞ് കലിപ്പൻ എഴുതി മഞ്ജു ഗിരിയുടെ നമ്പർ സേവ് ചെയ്യുവാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മഞ്ജുവിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്